നമസ്കാരം. രാഷ്ട്രീയ പാർട്ടികളുമായി കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് ലിമിറ്റഡ് നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ സെബിയും പരിശോധന നടത്തിയേക്കും. CMRലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഓഹരി ഉടമകളിൽ നിന്നടക്കം സെബിക്ക് പരാതികൾ ലഭിച്ചു. കമ്പനിയിൽ KSIDCയുടെയും അവരുടെ നോമിനി ഡയറക്ടർമാരുടെയും പങ്കാളിത്തം അന്വേഷിക്കണമെന്നും പരാതികളിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സെബി ചെയർപേഴ്സണിന് ലഭിച്ച പരാതികളിൽ പ്രാഥമിക പരിശോധന തുടങ്ങിയതായാണ് വിവരം. CMRL പബ്ലിക് ലിസ്റ്റഡ് കമ്പനി ആയതിനാൽ സെബിക്ക് നേരിട്ടും സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയും ആരോപണങ്ങളിൽ പരിശോധന നടത്താനാകും. കമ്പനിയുടെ അക്കൗണ്ട് ബുക്കിൽ തിരിമറി നടത്തിയിട്ടുണ്ടോ, കൈക്കൂലി നൽകിയിട്ടുണ്ടോ, കമ്പനി നിയമത്തിന് വിരുദ്ധമായി റിലേറ്റഡ് പാർട്ടിയുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരും. മുഖ്യമന്ത്രിക്ക് നിയന്ത്രണമുള്ള KSIDC ഓഹരി പങ്കാളിയായിരിക്കുന്ന CMRL മുഖ്യമന്ത്രിയുടെ മകളുമായി നടത്തിയ പണമിടപാട് റിലേറ്റഡ് പാർട്ടി എന്ന ഗണത്തിൽ വരുന്നതാണെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിലുണ്ട്. ഇടപാടുകളെല്ലാം ഓഹരി പങ്കാളികളെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും കാലാകാലങ്ങളിൽ അറിയിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കപ്പെടും. അന്വേഷണത്തിന് സെബി തീരുമാനിച്ചാൽ അക്കൗണ്ട് വിവരങ്ങൾ പ്രത്യേക ഓഡിറ്റ് സംഘത്തെ ഉപയോഗിച്ച് പരിശോധിപ്പിക്കാനാകും. ആദായ നികുതി വകുപ്പ്, കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം, SFIO എന്നിവ നടത്തിയ അന്വേഷണവും അനുബന്ധ കാര്യങ്ങളും ഓഹരി പങ്കാളികളെ ഇതുവരെയും CMRL ധരിപ്പിച്ചിട്ടില്ല. KSIDC നോമിനി ഡയറക്ടർമാരിൽ ചിലർ വിരമിച്ചപ്പോൾ ഇവരെ സ്വതന്ത്ര ഡയറക്ടർമാരായി ബോർഡിൽ നിയമിച്ചതിനെതിരെയും സെബിക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടക്കുന്നത് കമ്പനി നിയമത്തിലെ വകുപ്പ് ഉപയോഗിച്ചാണ്. ലിസ്റ്റഡ് കമ്പനികളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തനം നിയന്ത്രിക്കുന്ന സ്ഥാപനം എന്ന നിലയിലാണ് സെബിയിലേക്ക് പരാതികൾ എത്തിയത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. CMRL കമ്പനിയിൽ നിന്ന് 100 കോടിയോളം രൂപ പിണറായി വിജയൻ കൈപ്പറ്റിയെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. മുഖ്യമന്ത്രി CMRL കമ്പനിക്കായും അവർ പ്രൊമോട്ട് ചെയ്യുന്ന KRMEL കമ്പനിക്കായും പലതവണ നിയമവിരുദ്ധ ഇടപെടൽ നടത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. മാസപ്പടി കേസിലെ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രിയാണ്. വീണ വിജയൻ നടത്തിയ അഴിമതി താരതമ്യേന ചെറുതാണ്. സ്വന്തം മകളെ എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ സംശയ നിഴലിൽ നിർത്തുന്നതെന്നും കുഴൽനാടൻ ചോദിച്ചു. ഈ വിഷയത്തിൽ സംവാദത്തിന് വരാൻ തയ്യാറുണ്ടോ എന്ന് മന്ത്രിമാരായ P. രാജീവിനെയും MP രാജേഷിനെയും കുഴൽനാടൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ഭൂപരിധി ചട്ടത്തിൽ ഇളവ് തേടിയ KREML കമ്പനിക്കായി റവന്യൂ വകുപ്പിനെ മറികടന്ന് മുഖ്യമന്ത്രി ഇടപെടൽ നടത്തിയെന്ന് അദ്ദേഹം ആരോപിച്ചു. KREML വാങ്ങിയ തൃക്കുന്നപ്പുഴയിലെ 51 ഏക്കർ ഭൂമിക്ക് വേണ്ടി മുഖ്യമന്ത്രി നിയമവിരുദ്ധമായി ഇടപെട്ടു എന്നാണ് കുഴൽനാടന്റെ ആരോപണം. 20 വർഷമായി ആലപ്പുഴ ജില്ലയിൽ KREML കമ്പനി 60 ഏക്കർ ഭൂമി കൈവശം വെച്ചിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 40,000 കോടി രൂപയുടെ കരിമണൽ ഖനനം ചെയ്തെന്നും സംസ്ഥാനത്തിന് ഇതുവഴി വലിയ നഷ്ടമുണ്ടായെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 135 കോടിയുടെ സിംഹഭാഗവും നൽകിയത് PVക്കാണെന്ന പരാമർശത്തിലെ PV പിണറായി വിജയനാണെന്നും അദ്ദേഹം ആരോപിച്ചു.